ഒരു സുമാറ് ടീസർ ഇറങ്ങിയിട്ടുണ്ട് ധീരൻ സിനിമയുടെ. പോസ്റ്റർ കണ്ടപ്പോ ഒരു വലിയ സംഭവം ഒന്നും ഇപ്പോൾ ആവാനുള്ള സാധ്യതയില്ല. പക്ഷെ ഈ ടീമിന്റെ ഇന്റർവ്യൂകൾ കിടന്ന് കറങ്ങുന്നുണ്ട് എല്ലാ ചാനലിലും. ആ ഇന്റർവ്യൂ ഉണ്ടാക്കുന്ന ഓളാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ടീസറിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാനുള്ള കാരണം. ഇതിന്ന് 5 മണിക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞ മുതൽ ഞാൻ ഇതിന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിലെ നായകൻ എന്ന് പറയുന്നത് രാജേഷ് മാധവൻ തന്നെയാണ്. പക്ഷെ ഇതിലൊരു ടീമുണ്ട്, നമ്മളൊരു എന്താ പറയാ, ഒരു 90s കാലഘട്ടത്തിലെ നമ്മൾ ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച കുറെ നടന്മാരുണ്ട് ഇതില്. എനക്കൊന്ന് അവര് തന്നെയാണ് ഈ സിനിമ ഒന്ന് വേറെ ലെവലാക്കാൻ പോകുന്നതെന്ന്. ജഗദീഷ് ഏട്ടൻ, മനോജ് ഏട്ടൻ, സുധീഷ് ഏട്ടൻ, അശോക് ഏട്ടൻ, ഇവര് 4 പേരും ഉണ്ട് ഈ സിനിമയിൽ. ഈ ഒരു ടീമിന് ഇന്റർവ്യൂ കണ്ടപ്പോൾ സത്യം പറഞ്ഞ ഹൈ എനർജി ഫീൽ ചെയ്തത്. ജഗദീഷ് ഏട്ടൻ അടിപൊളിയായി ട്രോൾ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഈ ഒരു മോഡുലേഷനിൽ സംസാരിക്കാൻ പറ്റുന്ന എനിക്ക് ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അല്ലെങ്കിൽ കുറച്ച് സീരിയസ് ആയിരുന്ന് ഇടയ്ക്ക് 1-2 ഡയലോഗ് അടിക്കുന്ന ഒരാളാണ്. പക്ഷെ ഈ ഇന്റർവ്യൂ അങ്ങ് ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട്. അശോകായിട്ട് എന്നിട്ട് ട്രോളുന്നുണ്ട്, മനോജ് കെ ഇടക്കിട്ട് കൊള്ളിക്കുന്നുണ്ട്, അങ്ങനെ സുധീഷ് ഏട്ടൻ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരാളെ വിട്ടുപോയി, വിനീത് ഏട്ടനും ഉണ്ട്. ഇങ്ങനെ ഈ 5 പേരാണ് ഇതിന്റെ ഒരു പില്ലറായിട്ട് എനിക്ക് ആ ഇന്റർവ്യൂ കണ്ടപ്പോ തോന്നിയത്. സിനിമ എന്തായിരിക്കും, ടീസർ എന്തായിരിക്കും അറിയില്ല. എന്നാലും നമുക്ക് നേരെ ടീസർ കണ്ട് ബാക്കി സംസാരിക്കാം. വായോ. എന്റെ കൊച്ചൻ ഞാനൊന്നും അല്ലത് ചെയ്ത്. അങ്ങനെ ചെയ്യാനും മാത്രം പ്രേമൊന്നും എനിക്ക് തന്റെ അടുത്തില്ല. ചുമ്മാ ഒരു മൂപ്പിന്റെ പുറത്തായിരുന്നു. ആ മൂപ്പ് മാത്രമായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കാഷ്വൽ പരിപാടിയിൽ ടെസ്റ്റ് മാത്രമായിരുന്നെങ്കിൽ എനിക്ക് ഓക്കെ ആയിരുന്നു. എന്തായിരുന്നു ഈ പ്രശ്നം? ഞാൻ പൂട്ട് പൊളിക്കുമ്പോ നീ എന്റെ മൂട്ടിൽ വന്ന് നിൽക്കരുത്. ഈ 60 മില്ലി റമ്മിൽ 100 മില്ലി പാലട ചേർത്താൽ കിട്ടുന്ന തരിപ്പൊന്നും സോഡ ഒഴിച്ചാൽ കിട്ടില്ല. നീ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നത് നല്ലതാ. അത് ശരിയാ. അടുത്ത മാസം സതിയുടെ മോൾ പ്രസവിക്കുമ്പോ എനിക്ക് ആ കുട്ടിയുടെ ഗ്രാൻഡ് ഫാദർ ആയ ഒരു അവസരം തരും. കുറച്ച് പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കല്ലാരും. എടാ, ഈ ഭൂമിയിൽ നടക്കുന്ന സകലമാന കാര്യത്തിന് മിനിമം 2 ആംഗിളുണ്ട്. കുറച്ചുകൂടെ വൈകാരികമാവും. പറ്റി അവരുടെ കണ്ണ് പറയണം. ഒരു എന്റർടൈൻമെന്റ് ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. നല്ലോണം വൈകാരികായില്ലേ? കണ്ണുന്നാണ്. നാളെ ഇറങ്ങാൻ പോകുന്നത് ടീസർ എന്തായാലും പൊളിയായിട്ടുണ്ട്. ട്രെയിലറിനെക്കാട്ടി നന്നായിട്ടുണ്ട്. ട്രെയിലറിൽ എനിക്ക് ഒരു സീരിയസ് ആയ ഒരു സംഭവമായിട്ടാണ് തോന്നിയത്. ടീസറിൽ കുറച്ചും കൂടെ കോമഡി ഉണ്ട്. മാത്രമല്ല ഇവരെല്ലാരും കൂടെ ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അടിപൊളി ഫീൽ ഉണ്ടാവുന്നില്ല പ്രതീക്ഷയുണ്ട്. ഈ ഒരു കാലഘട്ടത്തില് രാജേഷ് മാധവൻ, ശബരീഷ് വർമ്മ, സിദ്ധാർത്ഥ് ഒക്കെ ഉണ്ട്. അവരും പൊളിക്കാൻ കുഴപ്പമൊന്നുമില്ല, രസം ഉണ്ടാവും. എന്തായാലും ഇതൊരു വൻ പ്രതീക്ഷ. പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് ഒരു ഹൈലൈറ്റിംഗ് പാർട്ടാണ്. ജയ ഹേ ജാനേമൻ, ഫാലിം, എല്ലാ കോമഡി അടിച്ചുപൊളി പടത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് ആണ്. എന്തായാലും മൊത്തത്തിലൊരു കോമഡി വൈബാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നാളെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇവിടെ റിലീസ് ചെയ്ത് കണ്ടില്ല, ബാംഗ്ലൂർ റിലീസ് ചെയ്ത് കണ്ടില്ല. റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ്, ഞാൻ കാണാൻ വെയിറ്റ് ചെയ്യുവാണ്. എനിക്ക് ടീസർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ ടീസർ കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? ജഗദീഷ് ഏട്ടനും, സുധീഷ് ഏട്ടനും, അശോക് ഏട്ടനും, വിനീത് ഏട്ടനും, മനോജ് ഏട്ടനും എല്ലാം കൂടി ഉണ്ടാക്കിയ ഒരു ഓളം എന്തുണ്ട്, ഇഷ്ടപ്പെട്ടു? നാളെ കാണാൻ നിങ്ങൾ വെയിറ്റിംഗ് ആണ്. രാജേഷ് മാധവൻ നായകനായിട്ടുള്ള ധീരൻ കാണാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ട്? എന്തൊക്കെയാണ് ഈ ടീസറിനെ കുറിച്ചും സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ താഴെ മറക്കാതെ കമന്റ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അത്രയും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. റിവ്യൂ, റിയാക്ഷനോ, സോഷ്യൽ ഇഷ്യൂ ആയി നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.